കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ്. ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ. 2026-27 അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ചേലക്കര പള്ളിപ്പെരുന്നാളിനോടനുബന്ധിച്ചുള്ള ഘോഷയാത്ര കടന്നുപോകുന്നതിനെ തുടർന്ന് ഇന്നുച്ചയ്ക്ക് 1 മണി മുതൽ വൈകിട്ട് 6:30 വരെ ചേലക്കര നഗരപാതയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് പോലീസ് അറിയിച്ചു. വാഹനങ്ങൾ വഴിതിരിച്ചു വിടുന്നതിനോടൊപ്പം അത്യാവശ്യ ഘട്ടങ്ങളിൽ തൃശൂർ ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾക്കായി ഒറ്റവരി ഗതാഗതം അനുവദിക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ക്രമീകരണങ്ങൾ ഇപ്രകാരമാണ്. പഴയന്നൂർ ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ LF ജംഗ്ഷനിൽ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് വെങ്ങാനല്ലൂർ വഴി പുതുവടിയിലേക്കാണ് തിരിച്ചുവിടുക. എന്നാൽ എമർജൻസി ആവശ്യങ്ങൾക്കായുള്ള വാഹനങ്ങൾക്ക് തൃശൂർ ഭാഗത്തേക്ക് ഒറ്റവരി ഗതാഗതം അനുവദിക്കുന്നതാണ്. തിരിച്ച് പഴയന്നൂർ ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ കിള്ളിമംഗലം റോഡിലേക്ക് ഇടത്തോട്ട് തിരിഞ്ഞ് വെങ്ങാനല്ലൂർ വഴി പ്ലാഴി വാഴക്കോട് സംസ്ഥാന പാതയിലേക്കും എത്തും വിധമാണ് ചേലക്കര പോലീസ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. യാത്രക്കാർ പോലീസ് നിർദ്ദേശങ്ങൾ പാലിച്ച് സഹകരിക്കണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു. CCV ന്യൂസ്, ചേലക്കര.